ഏത് തരത്തിലുള്ള കറുത്ത പാടുകളും മാറി മുഖം വെളുക്കാനും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കഴുത്തിലെ കരിവാളിപ്പ് ഇതൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു മുഖ ആകർഷണം അല്ലെ സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു ഫേസ് പാക്കിന്റെ ടിപ്പാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളത് നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. ഏതൊരാളുടെയും ഏറ്റവും വലിയ ഒരു മോഹമാണ് നല്ല ഭംഗിയിൽ നടക്കുക എന്നുള്ളതും നല്ല സൗന്ദര്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അത് പുറമേക്ക് പറയുന്നില്ലെങ്കിൽ ഉള്ളിലില്ലാത്തൊരു മനുഷ്യക്കുട്ടി ലോകത്തുണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് നമുക്ക് ചെറുതായിട്ടൊന്നും മാന്തിയാൽ മതി, അല്ലെങ്കിൽ മുഖത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ വരിക, അല്ലെങ്കിൽ ചെറിയൊരു പാട് വന്നു കഴിഞ്ഞാൽ അത് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് പോവുക. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഈ മുഖം എന്ന് പറയുന്നത് ഒരാളുടെ സങ്കടം, സന്തോഷം, ദുഃഖം, അതുപോലെ തന്നെ കള്ളത്തരം എല്ലാ അതും തെളിഞ്ഞു വരുന്ന ഒരു പ്രസരിപ്പുള്ള പല പല ഭാവങ്ങൾ തെളിയുന്ന ഒന്നാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത്. ഈ സ്കിൻ എന്ന് പറയുന്ന മുടിയേക്കാളും അതിനേക്കാൾ വളരെ ചെറിയൊരു സാധനമാണ്. കാരണം ഒന്ന് തോണ്ടിയാൽ ചോര വരും, കാരണം മാംസമായി. പിന്നെ ഈ ഒരു സ്ഥലം മാത്രം വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഫേഷ്യൽ ചെയ്തിട്ടും അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്തിട്ടും മറ്റേ ചെയ്തിട്ടും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചെലവാക്കി നടക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതുപോലെ തന്നെ കഴുത്തിൽ വേറെ കളറ്, കരിവാളിപ്പ്, കക്ഷം, ഇവിടെയൊക്കെ നമ്മൾ ഒരു വസ്ത്രം ഊരിക്കഴിഞ്ഞാൽ 10 ആറടിയിൽ ചെന്നിക്കാൻ പറ്റാത്ത ആണുങ്ങളുടെ ശരീരക്കോലം. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അവരുടേതായ കാര്യങ്ങളിലൊക്കെ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിട്ട് നമുക്ക് മാനസികമായിട്ട് വിഷമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പണച്ചെലവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഈ പറയുന്നത്. പച്ചമഞ്ഞളിന്റെ പൊടി, കസ്തൂരി മഞ്ഞളിന്റെ പൊടി, മഞ്ചട്ടിക്കോല്, മുൾത്താണി മട്ടി, രക്തചന്ദനം, പിന്നെ കോലരക്ക്, ഓറഞ്ചിന്റെ പൊടി, കോലരക്ക്, വെമ്പാട, ഓറഞ്ച് തോലിന്റെ പൊടി, ഇത്രയൊക്കെ കാര്യങ്ങൾ സമമെടുത്ത് പൊടിച്ചിട്ട് നമ്മളത് പാലിലോ പനനീരിലോ ചാലിച്ച് മുഖത്തിട്ടാൽ മതി. ഇതിന്റെ പേരൊക്കെ ഞാൻ അവിടെ എഴുതി കാണിക്കാം. നിങ്ങൾക്കത് ഒറ്റ വാക്കിൽ പറഞ്ഞ കാരണം പിന്നെ പല രാജ്യക്കാർക്കും നമ്മുടെ സ്പീഡ് കൂടിയ ഭാഷ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് എഴുതിയെടുത്തിട്ട് ഇത് നിങ്ങൾ പൊടിച്ച് പാലിലോ പനനീരിലോ ചാലിച്ച് മുഖത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 15 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ പിന്നെ എന്താണ് റോസ് കളർ സൂര്യനുദിക്കുന്ന പ്രഭാവം നിങ്ങളുടെ മുഖത്തുനിന്ന് പോറ്റും. അതാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുഖത്ത് ഇടാനാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാല് ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എണ്ണ ഉപയോഗിക്കാം. ഓയിൽ സ്കിന്നുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാം. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 150 രൂപയ്ക്ക് നിങ്ങളെ വീട്ടിൽ പോസ്റ്റിൽ എത്തിച്ചേരും. അത് നമ്മളെ ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ പല ആളുകളും ആ ക്രീം ഉണ്ടാ ഈ ക്രീം ഉണ്ടാ പലതും ഉണ്ടോന്ന് നമ്മൾ പല വീഡിയോകളും ഇട്ടത് കൊണ്ടും പല മരുന്നിനൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചത് കൊണ്ടും റിസൾട്ട് കിട്ടുന്നതും ഫലം കിട്ടുന്നതും നമ്മൾ കടയിൽ മാത്രം കൊടുത്തിരുന്ന ഈ ഫേസ് പാക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ പോയി മേടിച്ചുണ്ടാക്കാൻ തന്നെ ഇതായി വരുമ്പോൾ തന്നെ ഇതിനേക്കാൾ പൈസ കൂടും. കാരണം ഒരു പാക്കറ്റ് മഞ്ചട്ടിക്കോല് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വരിക 20 രൂപയാണ് 25 ഗ്രാമിന്. അപ്പൊ അതുപോലെ ഓരോന്നും വാങ്ങി വരുമ്പോൾ ഒരുപാട് പൈസയാവും. ഇത് എല്ലാതും കൂടി ചേർത്തിട്ടുള്ള 100 ഗ്രാമിന്റെ പാക്കറ്റ് നമ്മൾ 150 രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ചാർജ് അടക്കം നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ ഫേസ് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പറയാം. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതുപോലെ കഴുത്തിലൊക്കെ കരിവാളിപ്പ്, ഇപ്പൊ മുഖത്തിനായാലും ശരീരത്തൊക്കെ എല്ലാതും കരിവാളിപ്പും ഇതൊക്കെ പല തരത്തിലും പല കാരണങ്ങളിലും വരും. കാരണങ്ങളിൽ വെച്ചാൽ നമ്മളെ വട്ടച്ചൊറി പോലെ, അതുപോലെ തന്നെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ആകെ മുരി പൊന്തിയ പോലെ, ദേഹത്താണ് വെച്ചാൽ മുഖത്താണെങ്കിലും കഴുത്തിലും കക്ഷത്തൊക്കെ ഒരു ജാതി ഇവിടെയൊക്കെ ഒരു മണികൾ വരുന്നുണ്ട് ആൾക്കാർക്ക്. ഇവിടെ ഇങ്ങനെ കടുകുമണി പോലെ ഇവിടെ കാണാം, കഴുത്തിലൊക്കെ മുതലമണി വെതരെ പോലെ കാണാം. ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് പോകുന്ന എണ്ണയും കൂടി ഉണ്ട് അവിടെ. അപ്പൊ ഈ എണ്ണയ്ക്കും ഇതും കൂടി 500 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഈ എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ മുന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിനോട് ബന്ധപ്പെട്ട സർവ്വദോഷ പ്രശ്നങ്ങളും മാറുന്ന രോഗങ്ങളും മാറുന്ന എണ്ണയാണ് അത്.
അതിന്റെ വീഡിയോ നമ്മൾ ഒരിക്കൽ ഇട്ടത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ ഫേസ് പാക്കിന് പറ്റാത്തവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ചുണ്ടിന്റെ ഇവിടെയൊക്കെ കാണാൻ മൊരി വന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ മുഖത്ത് പലയിടത്തും പല കളറായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ എണ്ണ ഉപയോഗിക്കാം, ഇത് ഫേസ് പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കക്ഷത്ത് ഫേസ് പാക്ക് ഇട്ടിരിക്കാൻ പറ്റുമോ? എന്നാൽ കക്ഷം വെളുക്കും വേണം. അതുപോലെ തന്നെ അങ്ങനെ വിണ്ട് കീറിയ പോലെയാണ് ഇവിടെ ഉണ്ടാവും. പ്രസവിച്ച പെണ്ണുങ്ങൾക്കൊക്കെ കാണാം ഇവിടെ കരി കറുത്തിട്ട്. ചിലർ വേണം ഞാൻ മുക്കിന്റെ മാലട്ടക്കാരനാണ്, മണിമാലട്ടക്കാരനാണ്, എന്താണ് റോഡ് ഗോൾഡ് മാലട്ടക്കാരനാണെന്നൊക്കെ പറയണേക്കാം. പക്ഷെ കഴുത്താണ്ട് കണ്ടുപിടിച്ചെങ്കിൽ പിന്നെ എന്തെന്ന് പറയാൻ നിലയ്ക്കായി ഉണ്ടാവും. അപ്പോൾ ആ കോലം മാറി. അതുപോലെ തന്നെ നമ്മൾ ഒടിയിലും തൊടയമിലും ഒക്കെ ഈ കരിവാളിപ്പൊക്കെ മാറാനും ഈ ഫേസ് പാക്ക് മേലൊക്കെ വെച്ച് തേച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അവർക്കൊക്കെ പറ്റുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള എണ്ണയാണ്. അതൊരൊറ്റ ബോട്ടിലേ വേണ്ടുള്ളൂ കേട്ടോ. ഒറ്റ ബോട്ടിൽ കൊണ്ട് തന്നെ 400 രൂപയ്ക്ക് നിങ്ങൾ വീട്ടിലെത്തുന്ന എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കരിവാളിപ്പിന്റെ പ്രശ്നമായിട്ട് മാറി. പിന്നെ ഇതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ രക്തശുദ്ധി വരുന്ന കഷായം ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾക്കാണ് സോറിയാസിസ്, ഇടയ്ക്കിടയ്ക്ക് വട്ടച്ചോറി, അതുപോലെ തന്നെ പലയിടത്തും പല കളറ്, കയ്യിൻ്റെ മടക്കിൽ കരിവാളിപ്പ്, കഴുത്തിൽ കരിവാളിപ്പ്, ചില ഭാഗത്ത് നല്ല വെളുപ്പുണ്ടാവും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു കടലാസ് മനസ്സിലോട് ചിത്രം വരച്ച പോലത്തെ ഒരു രൂപമായിരിക്കും ചില ആൾക്കാർ. ഒരു കുളിക്കാണ്ട് നടക്കുന്ന ആൾക്കാരെ ലുക്കാവും. നമ്മൾ വെളുത്തിട്ടായിരിക്കും നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ തീരെ കുളിക്കാണ്ട് കിടക്കുന്ന ആൾക്കാരെ ലുക്കാവും. അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഇതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്നെങ്കിൽ വാങ്ങിച്ച് തയ്യാറാക്കി കഴിഞ്ഞാൽ പാലിലോ പനനീരിലോ നാളികേര പാലിലോ ഇത് ഉപയോഗിച്ച് നമുക്ക് ചാലിച്ച് മുഖത്ത് പരട്ടാം. ഈ പരട്ടി അത് ഒന്നും പറ്റില്ലെങ്കിൽ പച്ചവെള്ളത്തിലായാലും പരട്ടാം. പച്ചവെള്ളത്തിൽ ചാലിച്ചിട്ടും മുഖത്ത് പരട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. ഡ്രൈ ആയി കഴിഞ്ഞാൽ തെളിച്ച് കൊടുക്കുക. ഇത് നന്നായി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ലെവല് വേറെ ലെവലാണ്. അത് ഉണ്ടാക്കാൻ പറ്റാത്തവർക്കാണ് നമ്മളത് അയച്ചു തരാമെന്ന് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലായിടത്തും എല്ലതും കിട്ടൂല. എന്നാൽ ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അല്ലാതെ നമ്മൾ മരുന്ന് കച്ചവടം എന്നുള്ളത് മാത്രമാക്കരുത്. മരുന്ന് കച്ചവടം തന്നെയാണ് എൻ്റെ ജോലി. പക്ഷേ ഇതൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കുകയും പറയുകയും ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് തുടങ്ങിയത്. കാരണം വൈദ്യപരമായിട്ടും ജ്യോതിഷപരമായിട്ടും മാന്ത്രികപരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ അതുണ്ടാ ഇതുണ്ടാ മറ്റേണ്ടാ മറിച്ചുണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിക്കും കൂടി ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മളിൽ ഉണ്ടേനും നമ്മളോടുള്ള പ്രസാദ് വൈദ്യരോട് ഒരു കാര്യം പറഞ്ഞു. അയാൾ ഞാനാണ് അത് മരുന്ന് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്. കാരണം നമ്മളടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഞാനായിട്ട് എൻ്റെ കടയിൽ തയ്യാറാക്കുന്ന ഒരു മരുന്ന്, കാരണം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എനിക്കാണ്. ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കുന്ന മരുന്ന് വിൽക്കുമ്പോൾ അവരുണ്ടാക്കി ഞാനെന്ത് ചെയ്യുക എന്ന് പറയാം. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത്, ഇപ്പോൾ കമ്പനി മരുന്ന് നിങ്ങളുടെ നാട്ടിൽ കിട്ടുമല്ലോ, അത് ഞാൻ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ തയ്യാറാക്കി തരുന്ന മരുന്നുകൾക്ക് പരിപൂർണമായിട്ട് ഫലം ഉണ്ടാവേണ്ട ഉത്തരവാദിത്വം കടമ എൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. കാരണം അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കാച്ചുന്നതും ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും കൂടി ചെയ്യുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ബോധത്തോടു കൂടി നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിന് ഗുണം എന്നുള്ളത് ഗ്യാരണ്ടിയും അതുപോലെ തന്നെ നമ്മൾ കിട്ടാത്തവർക്ക് ഇത് അയച്ചു തരാമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ പലതും വൈദ്യശാലയും എല്ലാ സാധനവും അടുത്ത് ഒക്കെ ഉള്ളവരാണ് വെച്ചെങ്കിൽ നിങ്ങളിത് വാങ്ങി തയ്യാറായിട്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന തരത്തിൽ നമ്മളിത് ചെയ്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു നെഗറ്റീവ് മൈൻഡിൽ ആരും കാണരുത്. സംഭവം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യശാല തുടങ്ങിയിട്ടുള്ളത്. അത് മരുന്ന് വിറ്റ് തീർക്കേണ്ടത് നമ്മളൊരു ആവശ്യം കൂടിയാണ്. അത് വെറുതെ ബലമായിട്ട് തരലോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, ആവശ്യക്കാർക്ക് എന്ന് മാത്രം ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ മാനസികമായിട്ട് അലട്ടുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഇതാക്കി കണക്കാക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയണം, ഇതൊക്കെ ആവശ്യം വേണ്ടേനും കിട്ടാനുമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മരുന്നിന് മറ്റുള്ള സ്ഥലത്തിനേക്കാളും വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരു മരുന്ന്, ഒരു തൈലം ഒരു കമ്പനി ഉണ്ടാക്കി അത് 3-4 കൈകളിലൂടെ മാറി അല്ലെങ്കിൽ കടക്കാരൻ്റെ ലാഭം കൂടി കഴിഞ്ഞ് വരുമ്പോൾ 100 രൂപയുടെ മരുന്നിന് 40 രൂപയാണ് ഈ കമ്പനിക്ക് കിട്ടുക. അതിൽ എണ്ണയും കുപ്പിയും മരുന്നും കൂടി കഴിച്ചാൽ എന്തായാലും ഉണ്ടാവുക മരുന്ന്. നമ്മളൊരു സാധനം മേടിക്കുന്നത് ആ മരുന്നിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനല്ല, 1-2 തവണ കൊണ്ട് കാര്യം പൂർണ്ണമായി മാറി രക്ഷപ്പെടാതെ ആ പരിഹാരമാക്കുന്ന ഒരു തരത്തിലുള്ള ആണ് നമ്മൾ തരുന്നത്.
അതല്ലാതെ മറ്റൊരു തരത്തിലുമല്ല. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയാമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള എല്ലാ വീഡിയോകളിലും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും.